എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ടിപ്പുകളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ട്രിക്കുകളുമാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. രാത്രി കാലങ്ങളിലാണ് മഴ കൂടുതലും പെയ്യുന്നത്. പകൽ അത്ര പെയ്യാറില്ല കേട്ടോ. പയ്യെ ഒന്ന് പൊടിഞ്ഞു പോകാറാണ് പതിവ്. പക്ഷേ ഈ സമയത്താണ് നമ്മുടെ ചെടികൾക്ക് എന്ത് പറ്റുക, മഴ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ചെടികളും ചീഞ്ഞു പോകും. അതുപോലെ തന്നെ കായ്ഫലമൊക്കെ കുറയും. ആ ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മഴക്കാലത്തിൻ്റെ സമയമൊന്നും അല്ലെങ്കിൽ കൂടിയും നമുക്ക് ന്യൂനമർദ്ദമൊക്കെ മൂലം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം കുറയുന്നു, പൂക്കളെല്ലാം ചീഞ്ഞു പോകുന്നു, പരാഗണമൊന്നും നടക്കാതെ തന്നെ നമുക്ക് കായകളൊന്നും കിട്ടുന്നില്ല, വണ്ടുകളൊന്നും വരുന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിത്രശലഭങ്ങളൊന്നും അതുപോലെ തന്നെ പരാഗണം നടത്തുന്ന വണ്ടുകൾ അവരാരും വരില്ല. അപ്പോൾ അവർ വരാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരുണ്ടെങ്കിലാണ് നമുക്ക് പരാഗണം നടന്ന് നമുക്ക് നിറയെ കായ്ഫലങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അവർ വരാണ്ടാവുമ്പോൾ ഇതൊന്നും നടക്കില്ല, നമുക്ക് കായ്ഫലങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികളിൽ നിന്ന് കായ്ഫലം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുക, അതൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നോക്കിക്കേ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മത്തച്ചെടി. മത്തച്ചെടിയിൽ രാവിലെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇത് അല്പം നനവ് കുറവാണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കണ്ട ഇല വാടിയേക്കണുണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടിത്തുടങ്ങി. നല്ല മഴയായിരുന്നു രാത്രി. അപ്പോൾ നമ്മളിത് നോക്കിക്കേ, ഇവിടെ ഒരു മത്തങ്ങേനെ കണ്ടോ. ഇത് ഞാൻ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. കണ്ടോ, കാണാമോ കൂട്ടുകാർക്ക്? എനിക്ക് വെയിൽ കാരണം അങ്ങനെ കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഇത് വലുതായേക്കുന്നതാണ്. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്ത സമയത്ത് ഉണ്ടായ മത്തങ്ങയാണ്. അതുപോലെ തന്നെ ഇതിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന മത്തങ്ങ ഞാൻ കളഞ്ഞു. ആ മത്തങ്ങ ഇവിടെ ഇപ്പോൾ ചീഞ്ഞ് കിടക്കുന്നത്. അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നു ഒരെണ്ണം, ഈ ഒരു തണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ മത്തങ്ങ ഞാൻ പറിച്ച് കളഞ്ഞു കേട്ടോ. ആ മത്തങ്ങനെ പറിച്ചതാ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് ശരിയായില്ല. അന്നുണ്ടായതാണ് ഈ 3 മത്തങ്ങ. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് നമുക്ക് പിടിച്ചത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കവറുണ്ടല്ലോ, ഈ കവറിനെ എന്ത് ചെയ്തു, ഇപ്പോൾ ഇതിവിടെ ദൂരെ എടുക്കട്ടെ കേട്ടോ. ഞാൻ ഇവിടെ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈർക്കിൽ കുത്തി വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ 2 കവറുണ്ട്, ഒരു കവറൂടെ കിടക്കട്ടെ. ഇപ്പം ഇതാണ് മത്തപ്പൂവെന്ന് വിചാരിക്കുക. ഈ മത്തപ്പൂവിനെ ഇത് വേണം പെൺപൂവെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ പെൺപൂവായാലും ശരി ആൺപൂവായാലും ശരി, നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. മുകളിൽ അകത്തേക്ക് കയറ്റി വിടരുത്. ഇങ്ങനെ പതുക്കെ ജസ്റ്റ് ഇങ്ങനെ മുകളിൽക്കൂടെ മാത്രമേ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കേട്ടോ വെക്കാനായിട്ട്. ഇങ്ങനെ ഇതിൻ്റെ ഈ പൂവിലിങ്ങനെ മുട്ടി നിൽക്കരുത്. പതുക്കെ ഒന്ന്, അതായത് കുറച്ച് കവർ ചെയ്ത് ആ പൂവിൽ വെള്ളം വീഴാത്ത രീതിയിൽ വേണം ഈ ഒരു പൂവിനെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ആ പൂമ്പൊടിക്കൊന്നും സംഭവിക്കില്ല, പൂമ്പൊടി ചീഞ്ഞൊന്നും പോകത്തില്ല. അല്ലെങ്കിൽ എന്ത് പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ ആ ഒരു മഴവെള്ളം വീണിട്ട് അതിൻ്റെ ആ പൂമ്പൊടി ചീഞ്ഞു പോകും. അങ്ങനെ ചീഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, മത്തങ്ങയൊന്നും പിടിക്കില്ല. അപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു മഴ പെയ്തത്. അപ്പോൾ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ മഴ പെയ്തിരുന്നു. അപ്പോൾ കുറച്ച് പൂക്കളിലെല്ലാം വെള്ളം വീണിട്ടുണ്ടായിരുന്നു. കുറച്ച് പൂവുകളുടെ മുകളിലായിട്ട് ഇല ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നതിലൊന്നും വെള്ളം വീഴാത്തതുകൊണ്ട് പൂമ്പൊടി നന്നായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ പൂക്കളെല്ലാം തന്നെ ചീഞ്ഞു പോയി. അപ്പുറത്ത് നിൽക്കുന്നുണ്ട് മത്ത. അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്ന പൂക്കളൊക്കെ ചീഞ്ഞു പോയി. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ വേഗം ഒരു കവർ എടുത്ത് ഞാൻ വേഗം അതിനൊന്ന് കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം ഒന്ന് പരാഗണം കൂടി ചെയ്ത് കൊടുത്തു. പരാഗണം ചെയ്തിട്ട് ആ പരാഗണം ചെയ്ത പൂവിൻ്റെ മുകളിൽ കൂടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു കവറ് അകത്തേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു മത്തങ്ങയെങ്കിലും പിടിച്ചത്. ബാക്കി 2 മത്തങ്ങയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഉണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്തിരുന്നു. പക്ഷെ അത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ കൂട്ടുകാർ മഴക്കാരോ അല്ലെങ്കിൽ മഴ പെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പൂക്കളുണ്ടെങ്കിൽ ആ പൂക്കളിനൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തും കായ്ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ചെടിയിൽ നിന്ന് ഒരു മത്തങ്ങ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിൽ 4 മത്തങ്ങയാണ് ഉള്ളത്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു മത്തങ്ങ കിടക്കുന്നുണ്ട് കേട്ടോ. കാണാമോ കൂട്ടുകാർക്ക്? ദേ ഒരു മത്തങ്ങ കിടക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചതാണ് കേട്ടോ വേറൊരു വീഡിയോയിൽ. അപ്പോൾ ഇത് സൈസ് ആയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇത് വലുതായിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് നോക്കാം. പേരയുടെയൊക്കെ ഉള്ളിലാണ് കിടക്കുന്നത്. കണ്ടോ, ഇത്രയും സൈസായിട്ടുണ്ട്. കാണാമോ? കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു മത്തങ്ങ.
ഇനി അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ ഈ പൂവ് കണ്ടോ, ഈ പൂവ് ഇന്നലെ വിരിഞ്ഞ പൂവാണ്. അപ്പോൾ ഈ പൂവിന് ഒന്നാമത്തെ ഈ പൂവിന് നല്ല ഭാരമുണ്ട്. അപ്പോൾ ഈ ഭാരം ഉള്ളതുകൊണ്ട് തന്നെ കണ്ടോ അതിങ്ങനെ ചാഞ്ഞാണ് നിന്നത്. അപ്പോൾ ഇത് പഴകിയ പൂവല്ലേ, അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ കടയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നല്ലൊരു വളം കൂടിയാണ്. അപ്പോൾ അതവിടെ കിടന്ന് റെഡി ആയിക്കോളും. ഇനി നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഒരു മത്തങ്ങയും കൂടി ഉണ്ട് കേട്ടോ. ഈ കവർ ഞാൻ 2 ദിവസം കൂടി കഴിയുമ്പോൾ മാറ്റി കവറിൽ ഇട്ടേക്കണോണ്ടാണ് കേട്ടോ അതിനൊരു ഷേപ്പ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇത് കുറച്ചൊരു ചെറിയ കവറാണ്. നമ്മൾ 50 പൈസ കൂടി ഇല്ലേ ഷെമ്മി കവർ, കുറച്ച് വലിയ കവറാണെങ്കിൽ ഇങ്ങനെ ഒട്ടി വരില്ല കേട്ടോ. ഇത് ഇത്തിരി ചെറിയ കവറാണ്. എൻ്റെ അടുത്ത് അങ്ങനത്തെ കവറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യിൽ കിട്ടിയ ഒരു കവറാണ് ഇട്ടത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു നീള ഷേപ്പിൽ വന്നേക്കുന്നത് കേട്ടോ. ഈ മത്തങ്ങ ഏകദേശം ആയിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കിത് പറിക്കാം കേട്ടോ. ഇതൊന്നുകൂടി നന്നായിട്ട് മൂത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറിച്ച് വെച്ചാൽ ഉടനെ തന്നെ എടുക്കണം, മൂക്കാതെ പറിച്ച് കഴിഞ്ഞാൽ. മൂത്തതാണെങ്കിൽ നമ്മൾ മൂത്ത മത്തങ്ങയാണെങ്കിൽ കുറേ ദിവസം നമുക്കിങ്ങനെ തന്നെ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് 3ാമത്തെ മത്തങ്ങയാണ്. ഇനി നമുക്കിത് ഇവിടെ നമ്മൾ മഴക്കാലത്ത് തന്നെ നമ്മൾ പിടിപ്പിച്ച മത്തങ്ങയാണ് കണ്ടോ. ഇതിനകത്തും ഒരു മത്തങ്ങയുണ്ട്. കാണാമോ കൂട്ടുകാർക്ക്? അന്നിത് കാണിച്ചപ്പോൾ ചെറുതായിരുന്നു ഉണ്ടോ. അപ്പം അങ്ങനെ നമുക്ക് 4 മത്തങ്ങയാണ് ഉള്ളത്. അപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ ചെടിയിൽ നിന്ന് കായ്ഫലം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നോക്കിക്കേ, കണ്ടോ, ഇതൊരു സ്പ്രെയറാണ്. അധികം പൈസ ഒന്നും വേണ്ട. ഈ ഒരു സാധനം മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി. ഇതൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. 1/2 ലിറ്റർ നമ്മുടെ കയ്യിൽ പിടിക്കാവുന്നത്. 1/2 ലിറ്ററോ അല്ലെങ്കിൽ 3/4 ലിറ്ററോ 1 ലിറ്റർ വരെ കുഴപ്പമില്ല. എന്നാലും നമുക്ക് കൊണ്ട് നടക്കാൻ എളുപ്പത്തിന് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇതിനൊരു 30 രൂപ കൊടുത്താൽ മതി. 30 രൂപ കൊടുത്ത് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെയറായിട്ട് ഉപയോഗിക്കാം. നമ്മളിനി കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു സ്പ്രെയർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. കണ്ടോ, പൊട്ടുമില്ല. ഇതേപോലെ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ ഇങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ വിത്തൊക്കെ നടുന്ന സമയത്ത് വിത്ത് നട്ട് മുളച്ച് കുഞ്ഞു ചെടിയായിട്ട് വരില്ലേ, അപ്പോൾ കുഞ്ഞു ചെടിയായിട്ട് വരുമ്പോൾ എപ്പോഴും ഈ ഒരു ഫോഴ്സിൽ അടിക്കാൻ പാടില്ല കേട്ടോ. ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ഈ ഒരു ഫോഴ്സാണ് വേണ്ടത് കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ സ്പ്രെഡ് ചെയ്ത് വീഴുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ നിറച്ച് വെച്ചിരിക്കുന്നത്. ചെടികൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഒരു കഞ്ഞിവെള്ളം ഒരു കീടനാശിനിയും കൂടിയാണ്. അപ്പോൾ ഞാൻ അത് സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ഒരു സ്പ്രെയർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കണ്ടോ. ഇനി അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കിക്കേ കണ്ടോ, ഇത് എന്ത് ചെടിയാണ്? മനസ്സിലായോ കൂട്ടുകാർക്ക് ഇത് എന്ത് ചെടിയാണെന്ന്? ഇത് സ്ട്രോബെറിയുടെ ചെടിയാണ്. അപ്പോൾ നമ്മളിത് നാട്ടിൽ നിന്ന് ചേട്ടായിയുടെ അടുത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തൈ പറിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ നട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെ പറിച്ച് നടേണ്ട സമയം അതിക്രമിച്ചു കേട്ടോ. കാരണം വീട് പണിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അത് നടാനുള്ള ഒരുക്കങ്ങൾ, അതായത് നടാനുള്ള പാത്രങ്ങൾ ഇപ്പോഴാണൊന്ന് സെറ്റായി വന്നേക്കണത്. ഇപ്പോഴും സെറ്റായിട്ടില്ല, പകുതി പണിയിൽ നിൽക്കാന്ന്. അപ്പോൾ ഇത് നടാൻ പറ്റിയ ഒരു പാത്രമാണ് ഇനി അടുത്തത് കൂട്ടുകാരെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. എനിക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി അവരെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഇവനെ മാത്രമല്ല കേട്ടോ നമ്മൾ നടാനായിട്ട് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാത്രം കണ്ടിട്ട് കൂട്ടുകാർക്ക് അത് മനസ്സിലാവും. അപ്പം നമുക്ക് പാത്രം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതേ സ്ട്രോബെറി നടാൻ പറ്റിയ ഒരു പാത്രം കണ്ടോ, ഇതാണ് കേട്ടോ. നമ്മൾ ആക്രി കടയിൽ പോയി വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പം അതിനകത്ത് എനിക്കത് പൊക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. അതിനകത്ത് സിമൻറ്റ് കലക്കി വെച്ചേക്കാണ്. കണ്ടോ, കാണാമോ കൂട്ടുകാർക്ക്? ഇവിടെ സിമൻറ്റ് കലക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ മുകളിൽ കണ്ടില്ലേ ഇതേപോലെ ഒരു ഹോളാണ്. ഇതൊരു 4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഈ പൈപ്പിൽ നമ്മൾ മല്ലിയില, അതുപോലെ തന്നെ പുതിന ഇല, പാലക്ക് ഇതൊക്കെ നടാൻ പറ്റിയ പൈപ്പാണ് കേട്ടോ ഇത്. ഇപ്പോൾ ചേട്ടൻ ഇവിടെ 3 സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എന്നിട്ട് പുറകിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ചേട്ടൻ സിമൻറ്റും മണലും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചേക്കണതാണ്. അപ്പോൾ ഇത് സെറ്റ് ആവാൻ വേണ്ടി ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ താഴെ ചെയ്ത് വെച്ചേക്കണതാണ്. ഇനി ഇത് സെറ്റായി കഴിയുമ്പോൾ നേരെ തല തിരിച്ച് വെക്കും. ആ വശം താഴേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ
ഇതേപോലെ തന്നെ ചെയ്യും. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഇത് മറിഞ്ഞു വേണ്ട ഒരു ഇഷ്ടികയും കൂടി വെച്ചേക്കുന്നത് കേട്ടോ. കാറ്റ് പിടിച്ചിങ്ങനെ ഇങ്ങോട്ട് തള്ളി പോന്നാലോ എന്ന് വെച്ചിട്ട് ഇതും അതേപോലെ തന്നെ അതാണ് നമ്മൾ സ്ട്രോബെറി നടാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതിനും അതുപോലെ തന്നെ കണ്ടോ 3 ആണി വെച്ചിട്ടുണ്ട്, 3 ആണി സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രൂ കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിമെൻറ്റും മണലും കൂടി കലക്കി സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ആണി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പാത്തിയാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ നമ്മളിത് വാങ്ങിച്ചത് ആക്രിക്കടയിൽ നിന്നാണ്. അപ്പോൾ ആക്രിക്കടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റ് പൈപ്പുകളും അല്ലെങ്കിൽ നമുക്ക് വീട് പണിയൊക്കെ നടന്നതിൻ്റെ ബാലൻസ് പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നോക്കിയൊക്കെ ഇതിൻ്റെ കട്ട് ചെയ്ത് കണ്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിന് നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ വള്ളി പിടിപ്പിക്കാനായിട്ട് കണ്ടോ വള്ളി, അതായത് നമുക്ക് കെട്ടിയിടണമല്ലോ, കെട്ടിടാനായിട്ട് ഇവിടെ ഒരു ഹോള് ഉണ്ട്. ഒരു കഷ്ണം, അതായത് പെട്ടെന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കഷ്ണം നിർത്തിയിട്ട് ബാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണം കണ്ടോ. ഇനി അതിൻ്റെ അകത്ത് നിറയെ ഹോളിട്ടിട്ട് അകത്ത് നമ്മൾ ഹോളിട്ട് കൊടുക്കണം. ഈ പൈപ്പിൻ്റെ അകത്ത് ഹോളിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ അകത്ത് ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ പൈപ്പിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹോള് ഇട്ട് കൊടുക്കണം. ആ ഹോള് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും കൂടി ചെയ്യണം, ഹോള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഓരോ കല്ല് വെക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പീസ് കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു പീസ് വെച്ച് അടച്ചാലും മതിയാവും. അല്ലെങ്കിൽ മണ്ണ് വന്ന് അടഞ്ഞ് പെട്ടെന്ന് വെള്ളം പോകാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ധാരാളം സ്ട്രോബെറി നടാം. അതുപോലെ തന്നെ ഇതിനകത്ത് മല്ലിയില പുതിനയിലൊക്കെ നടാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നോക്കിക്കേ കണ്ടോ, ഇത് കട്ടറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെടിത്തോട്ടത്തിൽ നമ്മൾ ചെടികളൊക്കെ കാണാനായിട്ട് പോകുന്ന കൊള്ളില്ലാത്ത ഇലകൾ, കൊള്ളില്ലാത്ത തണ്ടുകളൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാവുമ്പോൾ നല്ല എളുപ്പമാണ് കട്ട് ചെയ്യാനായിട്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയൊരു ടൂൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ മണ്ണുമാന്തി കണ്ടോ. ഇങ്ങനെ മണ്ണ്, അതായത് നമ്മൾ ചാണകവും ചകിരിച്ചോറും മണ്ണൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാധനം വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും നമുക്ക് ഇതിട്ട് അധികം ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ചെടിയുടെ കടയിൽ ഇതിട്ട് അതിനുള്ള സ്ഥലമില്ല. നമ്മുടെ ചെടിച്ചട്ടി ആയാലും ഗ്രോ ബാഗായാലും ചെറുതല്ല. അപ്പോൾ ഇതിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടിയുടെ കട വരെ പറഞ്ഞു പോകും. കാരണം ഇത് കുറച്ച് വലുതാണല്ലോ. അപ്പോൾ ചെടിയിൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരു കോലായിരിക്കും നല്ലത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനത്തെ കോലാണ് നല്ലതെന്നുള്ളത് കേട്ടോ. ഇങ്ങനത്തെ ഒരു കോലാണ് കേട്ടോ നല്ലത്. ഒരുപാട് ഷാർപ്പായിട്ടുള്ള എൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് ഗ്രോ ബാഗിലൊക്കെ കുത്തണ സമയത്ത് പെട്ടെന്ന് മുറിഞ്ഞു പോവും. അപ്പം അതിനും നല്ലത് ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഒരുപാടൊന്നും അങ്ങനെ കുത്തി പോകില്ല. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മഴ പെയ്ത് നല്ല മണ്ണ് നല്ല നനഞ്ഞാണ് നിൽക്കുന്നത്. കടകളിൽ നമുക്കിങ്ങനെ കൂർത്ത എൻഡായിട്ടുള്ള ടൂൾ വാങ്ങാൻ കിട്ടും. പക്ഷെ അത് ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ശക്തിയിലെങ്ങാനും കുത്തുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി വരെ തുളഞ്ഞു പോകും. ഗ്രോ ബാഗാണെങ്കിൽ കീറിപ്പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോലാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. ഇന്നത്തെ ടിപ്സുകൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത കുറച്ച് ടിപ്പുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.